ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നൗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അവരവകാശപ്പെടുന്നത് ഏഷ്യയിലെ എന്നല്ല ലോകത്തിലെ ഭൂപടത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ കോഴ്സുകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ നടത്തുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് എന്ന നിലയിലാണ്. എന്നിട്ട് അതിൻ്റെ പ്രോസ്പെക്ടസിലൊക്കെ നോക്കിയാൽ കാക്കത്തൊള്ളായിരം കോഴ്സുകളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ വി സിയും ഡയറക്ടറും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളും അടക്കമുള്ള ഒരു പ്രൊഫൈലൊക്കെ ഉണ്ട്. അതുകൂടാതെ അവർക്ക് ഇഗ്നൗ എന്ന പേരിൽ പണ്ട് UPA ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് അവിടെയൊക്കെ ഈ പറഞ്ഞ കോഴ്സുകൾക്കൊക്കെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ അംഗീകാരമുണ്ട് എന്നുള്ളൊരു സംഗതിയൊക്കെ ഉപയോഗിച്ച് തികച്ചും വെള്ളാനെ പോലെ യാതൊരു നീതിയുമില്ലാത്ത വിധം ഈ സെൻറ്ററുകളൊന്നും നടത്തിക്കൊണ്ടു പോകാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ചില ഡയറക്ടർമാരടക്കമുള്ളവർ കസേരയിൽ കയറിയിരുന്ന് പാവപ്പെട്ട വിദ്യാർത്ഥികളെ വേട്ടയാടുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. കാരണം അത്രമേൽ അനീതി നിറഞ്ഞ ഒട്ടും നീതിയുക്തമല്ലാത്ത നിലപാടുകളാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ സ്ഥാപനം സ്വീകരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അവിടെ MSW കോഴ്സിന് ഓൺലൈൻ പഠിക്കാനായി ഒരു വിദ്യാർത്ഥി ചേർന്നു, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ചേർന്നാൽ അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും വലിയ തുക സെമസ്റ്റർ ഫീസായും വാർഷിക ഫീസായും എല്ലാം ഈടാക്കിയിട്ട് പ്രോസ്പെക്ടസിൽ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ഇത്ര അവേഴ്സ്, അല്ലാത്ത ക്ലാസ്സുകൾ ഇത്ര അവേഴ്സ് എന്നൊക്കെ പറയുന്നെങ്കിലും ഇത് എന്തെങ്കിലും ഒന്ന് നടത്തി വായിൽ വരുന്നത് നടത്തി അതിൻ്റെ ഫീസ് അങ്ങ് എഴുതി എടുക്കുമായിരിക്കും. കാരണം റിസോഴ്സ് പേഴ്സൺസിന് കാശ് കൊടുക്കണമല്ലോ. അതെല്ലാം ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന വലിയ ഫീസിൽ നിന്ന് കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു പക്ഷേ അതാരെങ്കിലും പരിശോധിച്ചാൽ അതിനെ അവിടെ ഇരിക്കുന്ന ആളുകളും ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് ഒപ്പിട്ടെടുക്കുന്നതാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കാൻ ചേർന്നതിന് ശേഷം ഈ പറഞ്ഞ ബാക്കിയുള്ള സംഗതികളെല്ലാം MSW കോഴ്സൊക്കെ പഠിക്കുന്നവർക്ക് സാധാരണ അറിയാം ഒരു റെഗുലർ കോഴ്സിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. അതിൻ്റെ ഫീൽഡ് വർക്കുണ്ട്, അതിൻ്റെ തീസിസ് തയ്യാറാക്കലുണ്ട്, അതിൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, അതിന് പ്രോഗ്രാമുകളുണ്ട്, സെമിനാറുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ ഏമാമാരി കാശ് വാങ്ങുന്നതല്ലാതെ വേറെ 10 പൈസയുടെ പണി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവർക്ക് 1-to-1 കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കൺസൾട്ടൻസിയോ അവർക്കൊരു എന്താ പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും ക്യാമ്പസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ്സോ സംഗതിയോ ഇതൊന്നുമില്ല. കാശ് കൃത്യമായി വാങ്ങിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഒരു പൊടിക്കൊക്കെ ഇപ്പം 2 വർഷത്തെ കോഴ്സാണ്, ആ 4 സെമസ്റ്റർ ആണെങ്കിൽ 2 സെമസ്റ്ററിൽ ചിലപ്പോൾ അല്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണും. പിന്നീട് യാതൊരു ക്ലാസ്സും അങ്ങനെ ഇതിൻ്റെ പേരിൽ നടത്താതിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഏറ്റവും രസം. കുട്ടികളുടെ കയ്യിൽ നിന്ന് പരീക്ഷാ ഫീസ് വാങ്ങുക, പരീക്ഷാ ഫീസ് വാങ്ങി അതിൻ്റെ സർട്ടിഫിക്കറ്റിനൊക്കെ കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട കോൺവൊക്കേഷൻ്റെ കാശ് പോലും അവരെ ഇന്ന് വാങ്ങും. അതായത് കോൺവൊക്കേഷൻ്റെ ചിലവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാശ് സഹിതം അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കും. എന്നിട്ട് ഈ കാശ് മുഴുവൻ ഈടാക്കിയ ശേഷം ഈ കോൺവൊക്കേഷനിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ ഒരു റൈറ്റാണല്ലോ, അവരിത്രയും പാടുപെട്ട് വെല്ലയിടവും നടന്നു പഠിച്ചു, ട്യൂഷൻസ് അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കും കാശ് കൊടുത്തു, ഈ സിലബസും എല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കി ഏമാമാർക്ക് കൊടുത്തു, എന്നിട്ട് അവർ ജയിച്ചു എന്നുള്ള ഫലം വന്നു. ഈ ഫലം തന്നെ വരുന്നത് നമ്മളിലെ കാക്കകളും പക്ഷികളും ഒക്കെ കാഷ്ടിക്കും പോലെ കുറച്ച് പേരുടെ ചിലപ്പം വരും, കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ വരും. അപ്പം പറയുന്നത് അത് വിളഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ പണ്ട് ഈ എണ്ണയ്ക്കകത്തൊക്കെ ഓരോ സാധനം ഇട്ടുണ്ടാക്കുമ്പോൾ അമ്മമാരിങ്ങനെ കോരിയെടുത്തിട്ട് അത് മൂത്തില്ലെന്ന് പറയത്തില്ലേ. അപ്പോൾ അത് മൂക്കാത്തത് കൊണ്ടാണ് വരാത്തത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനം കോൺവൊക്കേഷൻ വരുമ്പോൾ ഈ കാശ് വാങ്ങിച്ചവരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം സർട്ടിഫിക്കറ്റ് കൊടുക്കും കോൺവൊക്കേഷനിൽ. ബാക്കിയുള്ളവരുടെ ആരെയും സർട്ടിഫിക്കറ്റ് വന്നില്ലെന്നാണ് പറയുന്നത്. സത്യത്തിൽ സ്വന്തം സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ കോൺവൊക്കേഷൻ്റെ മുഴുവൻ സർട്ടിഫിക്കറ്റും ഒരുമിച്ച് വാങ്ങി ആ പരിപാടി ഗംഭീരമായി നടത്താൻ ശേഷിയില്ലെങ്കിൽ പിന്നെ ആ കസേരയിൽ ഏതെങ്കിലും മൃഗങ്ങളെ കൊണ്ട് കെട്ടുന്നതല്ലേ നല്ലത്. അതിൻ്റെ കാലിൽ എന്തിനാണ് ഇവരൊക്കെ സ്റ്റേഷൻ ഡയറക്ടർ, അല്ലാത്ത ഡീൻ, ആ ഡീൻ ഈ ഡീൻ എന്നും പറഞ്ഞ് ഇതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ കളിപ്പിച്ചും ചതിപ്പിച്ചും വഞ്ചിച്ചും ഇത് വാങ്ങിച്ച് എന്തിനാണ് കഴിക്കുന്നത്? ആരെയെങ്കിലുമൊക്കെ മണിയടിച്ച് ഈ കസേരയിൽ കയറിയിരുന്ന് ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? അവരുടെ ഇന്ന് കോൺവൊക്കേഷൻ ഫീ വാങ്ങുക, എന്നിട്ട് ആ കോൺവൊക്കേഷൻ ഫീസിന് അവർക്ക് കോൺവൊക്കേഷൻ്റെ അവസരത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുക. അവരെടുത്ത് പറയുക 100 പേരുണ്ടെങ്കിൽ 20 പേരുടെ വന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും പോസ്റ്റിൽ അങ്ങ് വരും. 20 പേര് ഈ ചടങ്ങിൽ വന്ന് വാങ്ങിച്ചാൽ മതി. സത്യത്തിൽ കോൺവൊക്കേഷൻ ചടങ്ങിൽ അത് പങ്കെടുത്ത് വാങ്ങുന്നവരുടെ ഒരു റൈറ്റ് അല്ലേ, ഒരു അഭിമാനമല്ലേ അവർക്കത് കിട്ടിയെന്ന് പറയുന്നത്.
ആ വികാരം പോലും മനസ്സിലാക്കാത്ത അധ്യാപകരെന്ന പേരിൽ അല്ലെങ്കിൽ അക്കാഡമിക് പ്രൊഫഷണൽസ് എന്ന പേരിലുള്ള ഒരു എന്താ പറയുക അറവുശാലയിൽ ജോലിയെടുക്കുന്ന ആളിൻ്റെ പോലും സാമാന്യ മര്യാദ ഇല്ലാത്തവർ വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാണ് ഈ യൂണിവേഴ്സിറ്റി ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ഏതെങ്കിലും അഡ്വക്കേറ്റുമാർ ഒരു പൊതുതാൽപര്യ സംഗതിയുമായി വന്ന് ഇങ്ങനെ വർഷങ്ങളായി ഈ വിദ്യാർത്ഥികളെ പറ്റിച്ച് മുതലെടുക്കുന്ന ഈ സംവിധാനത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇത് നിർബാധം തിരുവനന്തപുരം റീജിയണൽ സെൻറ്റർ കേന്ദ്രീകരിച്ച് നടക്കുന്നൊരു സ്ഥിരം ഏർപ്പാടാണ്. അവരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുക, അവർക്ക് ക്ലാസ് കൊടുക്കാതിരിക്കുക, അവരുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റിൻ്റെ കാശും കോൺവൊക്കേഷൻ ഫീസും വാങ്ങുക, എന്നിട്ട് കോൺവൊക്കേഷനിൽ അവരെ പങ്കെടുപ്പിക്കാതെ അവർക്ക് പോസ്റ്റൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുക. ഈ അനീതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് 10 വട്ടം ആലോചിക്കണം ഈ കോഴ്സ് ചേരാൻ പോകുന്നവർ, ഇത് വെള്ളാനയാണോ ചൂഷണമാണോ എന്നുള്ളത്. അത് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ.